മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. റോസ മിസ്റ്റിക് അമ്മയുടെ തിരുനാളിലൊക്കെ സംബന്ധിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലൊക്കെ വളരാൻ നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവമായ കർത്താവ് പറയുകയാണ്, വിവിധ തരങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് കർത്താവിന് പ്രത്യേകമായൊരു കരുണയുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായിരിക്കാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ദൈവാലയത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ പറ്റാതെ, ദൈവവചനം വായിക്കാനോ അതിനോട് താല്പര്യം തോന്നാൻ, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ദാരിദ്ര്യവുമായി നിൽക്കുന്ന സർവ്വ മക്കളോടുമായിട്ട് ഇതാ കർത്താവ് നമ്മോട് പറയുന്ന ഒരു വചനം കേട്ടേൻ. സങ്കീർത്തനം 41:1. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. ആരാണ് ഈ ലോകത്തിലെ ഭാഗ്യവാൻ? വചനം പറഞ്ഞു തരുന്നത് ദരിദ്രരോട്, കഷ്ടത അനുഭവിക്കുന്നവരോട്, രോഗികളോട്, പല വിധത്തിൽ അവശത അനുഭവിക്കുന്നവരോട് ദയ കാണിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഈ ഭാഗ്യം എത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് എന്നെ സഹായിച്ചത് എന്നതുപോലും അറിയാൻ പറ്റാത്ത രീതിയിൽ സഹായിച്ചാൽ അത് എത്രയോ ശ്രേഷ്ഠമാണ്. ഒരു നിസ്സാരമായ കാര്യം ചെയ്യുമ്പോഴേക്കും കൊട്ടുഘോഷിച്ച് വലിയ കാര്യങ്ങളൊക്കെ നടത്തി വലിയ പ്രശസ്തികളൊക്കെ ഉണ്ടാക്കുന്നത് കാണാറില്ലേ? എന്നാൽ ഈശോ പറയുകയാണ്, ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ ആരും അറിയാതെ, ഈശോ അങ്ങനെയല്ലേ പറയുന്നത്, നിൻ്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ. അങ്ങനെ നിശബ്ദതയിൽ രഹസ്യത്തിൽ നീ ചെയ്യുമ്പോൾ പരസ്യത്തിൽ ദൈവം അതിനുള്ള പ്രതിഫലം തരുമെന്ന്. ദയ കാണിക്കുക, ഔദാര്യം കാണിക്കുക, അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത് ഒരു ഔദാര്യമായിട്ടല്ല, കടമയായിട്ട് ചെയ്യണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ മനോഭാവത്തോടെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതെൻ്റെ അവകാശമാണ്. അവർ ഗതികെട്ടിട്ട് സഹായിക്കുന്നതല്ല, അതെൻ്റെ അവകാശമാണ് എന്നുള്ള ആ മനസ്ഥിതിയോടെ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് സഹായിക്കുന്നത്. സത്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവം നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ നമ്മെ രക്ഷിക്കുവാനായി അവിടുന്ന് കടന്നു വരുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ, നീ ഒരു ദരിദ്രനായിരിക്കാം, ഏത് മേഖലയിൽ ദാരിദ്ര്യം അനുഭവിച്ചാലും അങ്ങനെയുള്ളവരെ സഹായിച്ചാൽ കർത്താവ് നമ്മുടെ കഷ്ടയുടെ നാളുകളിൽ നമ്മെ സഹായിക്കാൻ സ്വർഗത്തിൻ്റെ സൈന്യത്തെ ഇറക്കി തരുമെന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.